പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ഈ വൈകിയ സമയത്ത് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി നാളിന് ശേഷം വീണ്ടും റോസ് ഫാമിലിയിൽ ഒരിക്കൽ കൂടെ കർത്താവിന്റെ വചനവുമായി നിൽപ്പാൻ ദൈവം അടികളുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വൈകിയ സമയത്ത് കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നിൽപ്പാൻ കർത്താവ് ഒരു അവസരം കൂടെ ഈ ഭൂമിയിൽ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവിന്റെ ദാസിയും കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ പിന്നെയും ശോഭിപ്പാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. തന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കർത്തദാസിമാർക്കും കർത്താവിന്റെ ദാസന്മാരെയും ദൈവം സഹായിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ അനേകർക്ക് വേദി കൊടുത്ത് അനേകരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വളർത്തിയെടുക്കുന്ന കർത്താവിന്റെ ദാസിനെയും ദാസിയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നാളിൽ കർത്താവിന്റെ വേളിൽ അവരും ശോഭിപ്പാൻ കർത്താവ് കുടുംബമായി സഹായിക്കുമാറാകട്ടെ. ഇന്ന് പകൽ ഈ വൈകിയ സമയത്ത് അല്പസമയത്ത് ചിന്തയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ഒരു വാക്യം വായിക്കുന്നു. എസ്രായുടെ പുസ്തകം അതിന്റെ എട്ടാം അധ്യായം അതിന്റെ 21 വാക്യം. അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനു വേണ്ടി ഒരു ശുഭയാത്ര യാചിക്കേണ്ടതിന് ഞാൻ അവിടെ അഹവ ആറ്റിന്റെ കരയിൽ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ വൈകിയ സമയത്ത് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്ക് ആയിരിക്കാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വായിച്ച വാക്യം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അഹവ ആറ്റിന്റെ കരയിൽ വെച്ച് എസ്രാ ശാസ്ത്രി ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ഹല്ലേലൂയ. ഇന്ന് പകല് ഒരു ശുഭത നമ്മുടെ ജീവിതത്തിൽ നാം ശുഭത ഇല്ലാതെ ആയിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഒരു ശുഭത നൽകുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. എസ്രയുടെ പുസ്തകത്തിൽ നാം 8-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ എസ്ര ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അനന്തരം ഞങ്ങളെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്ക് സകല സമ്പത്തിനു വേണ്ടി ഒരു ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിന്. എന്തുകൊണ്ടാണ് ഒരു ശുഭയാത്രയ്ക്ക് വേണ്ടി എസ്രാ ശാസ്ത്രി ദൈവസന്നിധിയിൽ യാചിപ്പാനിടയായിട്ടത്? നാളുകളായി വർഷങ്ങളായി ഹല്ലേലൂയ പ്രവാസത്തിൽ നിന്ന് ജനത്തിനൊരു വിടുതലില്ലാതെ ദൈവസന്നിധിയിലായിരുന്ന സമയത്ത് അവർക്കൊരു ശുഭതയില്ലാതെ അവർ ദൈവസന്നിധി ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരുന്ന സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ശുഭത നൽകണമെന്ന്. ഹല്ലേലൂയ. ഒരു ശുഭതയ്ക്ക് വേണ്ടി അവർ ദൈവസന്നിധി പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. തന്റെ ശുശ്രൂഷ മേഖല തന്റെ കുഞ്ഞുകുട്ടികൾക്ക് സമ്പത്തിന് ഹല്ലേലൂയ ജീവിതത്തിൽ നൽകിയ ഒന്നിനും ഒരു ശുഭത നൽകാതെ ഭാരത്തോടെയായിരുന്ന സമയത്ത് ദൈവത്തോട് ഹല്ലേലൂയ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ശുഭത നൽകണമെന്ന്. ഹല്ലേലൂയ. അവർ വെറുതെ ഒരു പ്രാർത്ഥനയല്ല, അഹവ ആറ്റിന്റെ കരയിൽ അവർ സകലരെയും വിളിച്ചുകൂട്ടി. എസ്ര ഇങ്ങനെ പറഞ്ഞു, ഒരു ഉപവാസ ദൈവസന്നിധി പ്രസിദ്ധപ്പെടുത്താനായി അവരുടെ ജീവിതത്തിൽ ഒരു ശുഭതയ്ക്ക് വേണ്ടിയാണ് അവർ ദൈവസന്നിധി പ്രാർത്ഥിപ്പാനിടയായി തന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഹല്ലേലൂയ വൈകിയ സമയത്ത് എന്നെ കേൾക്കുന്നത് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു ശുഭത നൽകാതെ വണ്ണം ശുഭതയ്ക്ക് വേണ്ടി ദൈവസന്നിധി പലപ്പോഴും നാം യാചിക്കാറുണ്ട്. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ശുഭത നൽകണമേ, ഒരു ശുഭത ദൈവാത്മാവ് തുറന്നു തരണമെന്ന് പലപ്പോഴും നാം ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ഹല്ലേലൂയ ശുഭത നൽകാതെ ഹല്ലേലൂയ പലപ്പോഴും നമുക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന, നമുക്ക് പാരമ്പര്യമായി പോരാടുന്ന ചില അന്ധകാര ശക്തികൾ നമ്മുടെ ശുഭയാത്രയ്ക്ക് തടസ്സമായി എഴുന്നേറ്റ് ചില കുരുക്കുകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിട്ടുകൊണ്ട് ശുഭതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കണ്ണീരിന്റെ അവസ്ഥകൾ വരാറുണ്ട്. ഹല്ലേലൂയ. ഈ വൈകിയ സമയത്ത് ഹല്ലേലൂയ ശുഭതയ്ക്ക് വിരോധമായി നിൽക്കുന്ന, ദർശനത്തിന് വിരോധമായി നിൽക്കുന്ന, വാഗ്ദത്ത നന്മകൾക്ക് വിരോധമായി നിൽക്കുന്ന അന്ധകാര ശക്തിക്കെതിരെ ഒരു ശുഭയാത്രയ്ക്ക് സകലതും വെട്ടിമാറ്റിക്കൊണ്ട് ആലിന് സമ്പത്തിന് വേണ്ടി, കുഞ്ഞുകുട്ടികളുടെ ഭാവിക്ക് വേണ്ടി, ആലിന് തന്റെ ആത്മീയ മണ്ഡലത്തിന് വേണ്ടി, ഒരു ഭാവിക്ക് വേണ്ടി എസ്രാ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. എന്റെ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ ഈ വർഷത്തിന്റെ ഈ 25 തീരുവാനുള്ള സമയം ഹല്ലേലൂയ ഇനി വെറും 2 മാസം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ നാം ദൈവസന്നിധി ഹല്ലേലൂയ പ്രാർത്ഥനയോടെ ഹല്ലേലൂയ ഹല്ലേലൂയ വിടുതലോടുകൂടെ ദൈവസന്നിധി നാം കടന്നു വരുമ്പോൾ നാം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നാം ഹല്ലേലൂയ ദൈവത്തോട് നാം പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ഈ വർഷത്തിൽ എവിടെയാണ് നമുക്ക് ശുഭത പ്രാപിപ്പാൻ കഴിയാതെ വണ്ണം നാം ആയിരിക്കുന്നത്? ഹല്ലേലൂയ ശുഭതയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചിട്ട് എന്ത് കർത്താവേ എന്റെ ജീവിതത്തിൽ ഒരു ശുഭത നൽകാത്തത്? നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക്, നമ്മുടെ ശുശ്രൂഷകൾക്ക്, നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന
ദൈനംദിന യാത്രകൾക്ക് ഹാലേലൂയ ഒരു ശുഭത നൽകണമേ എന്ന് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച നിശ്ചയമായി ഹാലേലൂയ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വിടുതൽ തരുവാൻ ഇടയായിത്തീരുന്നു. ഹാലേലൂയ ഒരു ദൈവവചനത്തിൽ നാം വായിക്കുമ്പോൾ എബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ നിശ്ചയമായി നീ എന്റെ ഹാലേലൂയ അതിരുകളെ വിശാലമാക്കി, ഹാലേലൂയ അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതവണ്ണം നിന്റെ കൈ എന്റെ മേൽ ഇരുന്നെങ്കിൽ കൊള്ളായുമായിരുന്നു. ഹാലേലൂയ എന്തുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചു? എബ്ബേസിന് അറിയാം എന്റെ ജീവിതത്തിൽ ഒരു ശുഭത ആവശ്യമാണ്. എന്റെ ശുശ്രൂഷകൾക്ക് ഞാനൊരു വ്യസനപുത്രനായി ഈ ഭവനത്തിന്റെ ഉള്ളറയിൽ ഒതുങ്ങിക്കൂടേണ്ടവനല്ലെന്ന് എബ്ബേസിന് മനസ്സിലായപ്പോൾ എബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് പറയാനിടയായി തീർന്നു, കർത്താവേ എന്റെ ശുശ്രൂഷകൾക്ക് ഒരു ശുഭത ആവശ്യമാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഹാലേലൂയ ഭവനത്തിന്റെ ഉള്ളറയിൽ ഹാലേലൂയ ഞാൻ കുരുങ്ങിയിരിക്കേണ്ടവനല്ല. എന്റെ ജീവിതത്തിൽ ഒരു വിശാലത ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് എബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായിരുന്നു. ദൈവമേ എനിക്കൊരു ശുഭത നൽകണമേ. എന്റെ കർത്താവ് എനിക്ക് മാത്രമല്ല ഹാലേലൂയ എന്റെ ഭവനത്തിന് എന്റെ അതിരുകൾക്ക് ഹാലേലൂയ എനിക്ക് അനർത്ഥം വരുത്തുവാൻ നോക്കുന്നവരുടെ നടുവിൽ വെച്ച് എനിക്കൊരു ശുഭത നൽകണമേ എന്ന് ദൈവത്തോട് എബ്ബേസ് പ്രാർത്ഥിപ്പാനിടയായിത്തീർന്നു. ഈ വൈകിയ സമയത്ത് ഹാലേലൂയ എന്നെ കേൾക്കുന്ന ദൈവദാസിമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹാലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഒരു ശുഭത അത്യന്താപേക്ഷിതമാണ്. ഹാലേലൂയ ആത്മീയ മണ്ഡലത്തിന്റെ അടുത്തൊരു തലത്തിലേക്ക് നാം കയറണമെങ്കിൽ ശുഭതയില്ലാതെ അസമാധാനത്തോടെ അനൈക്യത്തോടുകൂടെ നമുക്ക് ഒരിക്കലും ആത്മീയത്തിന്റെ അടുത്ത ലെവലിലേക്ക് അടുത്ത തലത്തിലേക്ക് കയറുവാൻ ഒരിക്കലും സാധ്യമല്ല. ഹാലേലൂയ ഈ രാത്രിയിൽ ഹാലേലൂയ ഈ വൈകിയ സമയത്ത് നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ശുഭതയ്ക്ക് ഹാലേലൂയ തടസ്സമായി നിൽക്കുന്നത് എന്തെന്ന് ആത്മീയ പരിശോധന നാം ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഹാലേലൂയ എബ്ബേസിനെ പോലെ ദിനം പ്രതി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ എന്റെ ആത്മീയത്തിന്റെ ഹാലേലൂയ എന്റെ ശുഭതയ്ക്ക് ഹാലേലൂയ നിൽക്കുന്ന അവസ്ഥകൾക്ക് നിന്നും ദൈവത്തിന്റെ ആത്മാവ് എനിക്കൊരു വിശാലത നൽകണമേ. എന്റെ ശുശ്രൂഷകൾക്ക് ഒരു വ്യത്യാസം നൽകണമേ. എന്റെ ഭാവിക്കൊരു വ്യത്യാസം ദൈവാത്മാവ് നൽകണമേ എന്ന് നാം ദൈവസന്നിധിയിൽ പ്രാപിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഹാലേലൂയ എസ്രാ പ്രവാസത്തിൽ നിന്ന് ജനം ആ ജാതികളുമായി അശുദ്ധിയിലേക്ക് ഹാലിൽ കൂടി ഇസ്രായേൽ ജനം കർത്താവ് ഹാലേലൂയ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്നു എന്ന് ഹാലേലൂയ വിവരം കിട്ടിയപ്പോൾ ഹാലേലൂയ പ്രവാസത്തിൽ നിന്ന് ജനം ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. ഹാലേലൂയ എസ്രാ ദൈവത്തോട് ഇങ്ങനെ പറയുന്നു, അങ്ങനെ പ്രവാസത്തിലിരുന്ന് മടങ്ങി വന്ന ഇസ്രായേൽ മക്കളും ഇസ്രായേലിലെ ദൈവമായ യഹോവയെ അന്വേഷിക്കേണ്ടതിന് ജാതികളുടെ അശുദ്ധിയിൽ വെടിഞ്ഞ് വന്നവരൊക്കെയും പെസഹ തിന്നുവാൻ ഇടയായി തീർന്നു. അവർ ജാതികളുമായി ഹാലേലൂയ അശുദ്ധിക്ക് ഇടപെടാതെ ശുഭതയ്ക്ക് ഹാലേലൂയ വിരോധമായി അവരുടെ ജീവിതത്തിൽ അവർ ഒന്നും ഹാലേലൂയ വരുത്തി വെക്കാതെ ഒരു ശുഭയാത്രയ്ക്ക് വേണ്ടി അവർ ദൈവസന്നിധിയിൽ പ്രവാസത്തിലിരുന്നപ്പോൾ ജാതികളുടെ ആചാര്യങ്ങളെ വെട്ടൊഴിഞ്ഞ് ഹാലേലൂയ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അവരെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. ജാതികളുടെ സകല അശുദ്ധിയും അവർ വിട്ടൊഴിയുവാനിടയായി തീർന്നു. ഈ വൈകിയ സമയത്ത് ഹാലേലൂയ ജാതികൾ അശുദ്ധിയോട് ഇടകലർന്നാൽ ഒരിക്കലും നമുക്ക് ശുഭത പ്രാപിപ്പാൻ കഴിയുകയില്ല. നമ്മുടെ നിത്യതയുടെ ഹാലേലൂയ പ്രയാണത്തിൽ നാം സകലതും വിട്ടൊഴിഞ്ഞൊരു ശുഭയാത്ര നമ്മുടെ ഇടതും വലതും നോക്കാതെ നമ്മിൽ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം നാം സ്ഥിരതയോടെ ഓടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ശുഭത അത്യന്താപേക്ഷിതമാണ്. സമാധാനത്തോടെ ഒരു ഓട്ടത്തിന് വേണ്ടി സമാധാനത്തോടെ സ്ഥിരതയോടുകൂടെ വിശ്വാസ മണ്ഡലത്തിലുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഒരു ശുഭത അത്യന്താപേക്ഷിതമാണ്. ഹാലേലൂയ യിരെമ്യാവിന്റെ പുസ്തകം ഹാലേലൂയ 29 അധ്യായം അതിന്റെ 11 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഹാലേലൂയ നിങ്ങളുടെ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയല്ലെന്ന് ഞാൻ അറിയുന്നത് തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ടത്രേ നിരൂപണം നിങ്ങൾ യഹോവയുടെ അരുളപ്പാട്. അവിടെ പറയുന്നു ഒരു ശുഭഭാവി. ഹാലേലൂയ നാം ഹാലേലൂയ യിരെമ്യാവ് ദൈവസന്നിധിയിൽ ദൈവമക്കളോട് ഹാലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ ഹാലേലൂയ ഇങ്ങനെ പറയും, നിങ്ങൾക്ക് പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവി വരുവാൻ തക്കവണ്ണം. അപ്പോൾ നാം പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവി നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹാലേലൂയ നാം ദൈനംദിന ജീവിതത്തിൽ നാം നോക്കാമെങ്കിൽ നമ്മുടെ ജോലി മണ്ഡലങ്ങളില് നമ്മുടെ വിശ്വാസ ജീവിതത്തില് നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ നടുവില് തലമുറകളുടെ നടുവില് ഒരു ശുഭഭാവി ഹാലേലൂയ ഈ വർഷത്തിന്റെ അവസാന നിമിഷങ്ങളില് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. നാം ഹാലേലൂയ വർഷത്തിൽ ഉടനീളം നാം നോക്കാമെങ്കിൽ പലരുടെ ശുഭഭാവിയെ പിശാച് തട്ടിത്തെറിപ്പിച്ച് ഹാലേലൂയ നന്മ പ്രാപിപ്പാനുള്ള സമയമാകുമ്പോൾ ഭാവികളെ തട്ടിമാറ്റി ശുശ്രൂഷ മേഖലകളിൽ ശോഭിപ്പാനുള്ള ഒരു സമയം എടുത്തു വരുമ്പോൾ ശുഭഭാവിയെ പിശാച് പൊടുന്നതിനെ തട്ടിമാറ്റി ജീവിതത്തിൽ വരുന്ന ഹാലേലൂയ നന്മകൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന പൈശാചി മണ്ഡലങ്ങളിന്മേൽ ഇന്ന് ഹാലേലൂയ വൈകിയ സമയത്ത് ഒരു ജയം നമുക്ക് അത്യാവശ്യമാണ്. ഹാലേലൂയ ഈ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരു ശുഭഭാവി കരുതിയിട്ടുണ്ട്. അത് തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ടുള്ള ഒരു ശുഭഭാവി
ശുഭഭാവിയാണ്. നന്മയ്ക്കായിട്ടുള്ള ശുഭഭാവി പ്രാപിപ്പാൻ ഈ ദിവസങ്ങൾ ആത്മബലത്തോടുകൂടി ആത്മശക്തിയോടുകൂടി ഹല്ലേലൂയ നാം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ മുന്നേറേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഹല്ലേലൂയ ശുഭഭാവി ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുമ്പോൾ ഇങ്ങനെ പറയുന്നു, അത് തിന്മയ്ക്കായിട്ടല്ല. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മോടൊത്തായിരിക്കുന്നവർ ഹല്ലേലൂയ നമ്മോട് സ്നേഹിച്ചിരുന്നവർ പലരും നമുക്കൊരു ശുഭഭാവി ഉണ്ടാകുവാനല്ല പലപ്പോഴും ആഗ്രഹിക്കുന്നു. നമ്മോട് സ്നേഹത്തിൽ നാം മുമ്പിലേ ആയിരിക്കുമ്പോൾ പലരും പല രീതിയിൽ നമ്മെ ഹല്ലേലൂയ ചൂഷണം ചെയ്യുമ്പോൾ ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ പകൽക്കാലം ദൈവാത്മാവിൽ പറയുന്നു, ഒരു ശുഭഭാവി ദൈവാത്മാവ് നമുക്ക് തരുവാൻ പോകുന്നു. ഹല്ലേലൂയ തിന്മയ്ക്കായിട്ടല്ല, നന്മയ്ക്കായിട്ടുള്ള ഒരു ശുഭഭാവി അവൻ വേഗത്തിൽ ഒരുക്കും. കർത്താവേ ഹല്ലേലൂയ ഈ വൈകിയ സമയത്ത് വിശ്വാസത്തോടുകൂടി ഹല്ലേലൂയ 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 വിടുതലോടുകൂടി ഹല്ലേലൂയ സൗഖ്യത്തോടുകൂടി ഹല്ലേലൂയ വൈകിയ സമയത്ത് പറയുന്ന ഒരു ശുഭഭാവി ദൈവാത്മാവ് നമുക്ക് വേണ്ടി വേഗത്തിൽ ഒരുക്കാൻ പോകുന്നു. ഹല്ലേലൂയ ശുഭഭാവിക്ക് വേണ്ടി നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഓ റിബാല ഹംദര റിബശമനഗദനാദിക ഓ ഹല്ലേലൂയ ശുഭഭാവിക്ക് വേണ്ടി നാം ദൈവസന്നിധിയിൽ മുട്ടുമടക്കുകയാണെങ്കിൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നീണ്ട മാസങ്ങൾ കൊണ്ട് നീണ്ട വർഷങ്ങൾ കൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ചില ശുഭഭാവിക്ക് വേണ്ടിയുള്ള വിഷയങ്ങൾ ഒന്ന് മാറുമ്പോൾ അടുത്തൊന്ന് ഹല്ലേലൂയ ഒരു വിടുതൽ പ്രാപിച്ച് എഴുന്നേൽക്കുമ്പോൾ അടുത്ത വാഗ്ദത്തത്തിന് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ പൊടുന്നനെ വരുന്ന ചില പ്രതികൂലത്തിന്റെ നടുവിൽ ശുഭഭാവിയിലോട്ട് കടക്കാൻ കഴിയാതെ ദർശനങ്ങളെ നമ്മുടെ മടിപ്പിച്ചു കളഞ്ഞുകൊണ്ട് ശുഭഭാവിയുടെ തീരത്തെത്തുമ്പോൾ തന്നെ പലതും കൈകെത്തി പിടിക്കുന്ന ദൂരത്ത് വരുമ്പോൾ പിശാച് പലതിനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മിൽ നിന്ന് മാറ്റിവിടുമ്പോൾ ഇന്ന് വൈകിയ സമയത്ത് ആത്മാവിൽ പറയുന്നു, ഒരു ശുഭഭാവി നമ്മൾക്ക് ഹല്ലേലൂയ വേഗത്തിൽ ദൈവാത്മാവ് ഒരുക്കാൻ പോകുന്നു. ഹല്ലേലൂയ ദർശനമുള്ളവർക്ക്, പ്രാർത്ഥനയുള്ളവർക്ക്, വിശ്വാസ ജീവിതത്തിൽ മുന്നേറുന്നവർക്ക്, വിശുദ്ധിയോടെ ദൈവത്തിന്റെ കൽപ്പനകളെ ന്യായപ്രമാണങ്ങളെ അനുസരിക്കുന്നവർക്ക് ദൈവാത്മാവ് ഒരുക്കുന്ന ഭാവി ഹല്ലേലൂയ അത് തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ടത്രേ. ഹല്ലേലൂയ പലതും കർത്താവ് മാനുഷ്യമായ പല വെല്ലുവിളികൾ നമുക്ക് തിന്മയ്ക്കായിട്ട് എഴുന്നേൽക്കുമ്പോൾ പല വെല്ലുവിളികളും പല ഉയർച്ചകളും ഹല്ലേലൂയ തിന്മയ്ക്കായിട്ട് ഉയർന്നു വരുമ്പോൾ ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, നമുക്ക് വേണ്ടി ദൈവം അയക്കുന്നത് ഹല്ലേലൂയ നന്മയ്ക്കായിട്ടുള്ള ഒരു ഭാവിയാണ്. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ പലതും ഹല്ലേലൂയ പല സ്ഥലങ്ങളിൽ നിന്ന് പലതും ഹല്ലേലൂയ പൊടുന്നനെ കൂടാരങ്ങളിൽ നിന്ന് മെനയുന്നത് ഹല്ലേലൂയ നമ്മെ ഭാവിയെ തകർക്കുക, നമ്മുടെ ശുശ്രൂഷയുടെ മുന്നേറ്റങ്ങളെ തടയുവാൻ വേണ്ടി ഹല്ലേലൂയ മാനുഷ്യമായ ചില കുരുക്കുകൾ കുതന്ത്രങ്ങൾ ഓ ശൈനഗ്രഹത്തിൽ നിന്ന് ഹല്ലേലൂയ മെനയുമ്പോൾ ആത്മാവ് ഇന്ന് പകൽ പറയുന്നു, ശുഭഭാവിക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ, പ്രതികൂലങ്ങളെ ജയിപ്പാൻ വേണ്ടുന്ന ദൈവത്തിന്റെ കൃപ ദൈവാത്മാവ് നമുക്ക് തന്ന് ഹല്ലേലൂയ നമ്മെ നടത്തുവാൻ ശക്തനായ കർത്താവാണ്. ഈ ദിവസങ്ങളിൽ ആത്മാവിൽ എത്ര പേർ പ്രാർത്ഥിക്കും, ആത്മാവിൽ എത്ര പേർ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ ശുഭഭാവി അവൻ നമുക്ക് വേണ്ടി തുറന്നു തരും. ഹല്ലേലൂയ നാം ദൈവവചനത്തിൽ വായിക്കുമ്പോൾ ദാനിയേലിന്റെ പുസ്തകം ഹല്ലേലൂയ അതിന്റെ 10-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എനിക്കും ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്കാൻ ഞാൻ ഇപ്പോൾ നിന്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ അവിടെ നമുക്ക് ഹല്ലേലൂയ ഒരു ശുഭതയെ കാണുവാനായിട്ട് സാധിക്കുന്നു. ദാനിയേൽ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഇത് ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. കർത്താവേ ഹല്ലേലൂയ ഒരു വിടുതൽ ഹല്ലേലൂയ ദാനിയേലിന്റെ ആവശ്യമാണ്. ദാനിയേൽ ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് അവൻ തന്നെത്താഴെ താഴ്ത്തപ്പെടുവാനിടയായി തീർന്നു. ആ ഹാലിൽ തന്നെ താഴ്ത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ നാം എഴുന്നേറ്റ് നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, കർത്താവേ എനിക്കൊരു ഹല്ലേലൂയ തന്റെ വാഴ്ചയിലൊക്കെ താൻ ശുഭതപ്പെട്ടിരുന്നു. ഹല്ലേലൂയ നാം വായിക്കുന്നത് പോലെ എന്നാൽ ദാരിയവേശിന്റെ വാഴ്ചയിലും പാർസി രാജാവ് കോരേശിന്റെ വാഴ്ചയിലും അവൻ ശുഭപ്പെട്ടിരുന്നു. ഹല്ലേലൂയ അവൻ ശുഭത്തോടെ ഇരുന്ന സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായിരുന്നു. എന്തൊക്കെയോ ഒരു ഹല്ലേലൂയ ഹല്ലേലൂയ ചില ഭാവിയുടെ നന്മകള് ദാനിയേലിന് പ്രാപിപ്പാനുണ്ട്. ദാനിയേൽ പലപ്പോഴും ദൈവസന്നിധിയിൽ ഹല്ലേലൂയ അനുഭവിച്ച പോരാട്ടങ്ങളുടെ നടുവില് മാനുഷ്യമായ ചില വെല്ലുവിളികളുടെ നടുവില് ഒരു ശുഭതയ്ക്ക് വേണ്ടി തന്റെ വാഴ്ചയിൽ ശുഭതപ്പെട്ട് ഇരുന്നപ്പോൾ തന്നെ ഹല്ലേലൂയ ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിപ്പാനായിട്ട് തന്നെത്താൻ അശുദ്ധമാക്കാതെ ദൈവസ്ഥനിൽ വിശുദ്ധിയോടെ നിന്ന ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അവനൊരു പ്രാർത്ഥനാ വിഷയങ്ങളുമായി ദൈവസ്ഥനിൽ മുട്ടുമടക്കാനിടയായി തീർന്നു. ഇന്ന് ഹല്ലേലൂയ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദാനിയേലിനെ പോലെ ജീവിതത്തിൽ ഹല്ലേലൂയ തനിക്ക് വേണ്ടി വിരോധമായി ചില രേഖകൾ എഴുതിയപ്പോൾ താൻ ചെയ്തു വന്നതുപോലെ പ്രാർത്ഥനയിൽ താൻ സ്ഥിരപ്പെട്ടിരുന്നു, പ്രാർത്ഥന താൻ ശുഭതപ്പെട്ടിരുന്നു. ഹല്ലേലൂയ ദാനിയേലിന് അറിയാം, ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചില ശുഭതകൾ വരുവാൻ സാധിക്കും. ഞാൻ ദൈവസന്നിധി
പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി ചില ശുഭ നന്മകൾ ഒരുക്കുമെന്ന് ദാനിയേലിന് അറിയാമായിരുന്നു. ദാനിയേലിന് വിരോധമായ രേഖകൾ എഴുതി വന്നപ്പോൾ ദാനിയേൽ ദൈവസന്നിധി പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. കർത്താവേ ഹല്ലേലൂയ, എനിക്ക് വേണ്ടി ഒരു വഴി ദൈവാത്മാവ് തുറക്കണമെന്ന് ദൈവസന്നിധി പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. ദൈവസന്നിധി കരയുവാനിടയായി തീർന്നു. ആനിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഹാല വിഷയങ്ങളുമായി താൻ ഇരുന്നപ്പോൾ വിഷയത്തിന്റെ നടുവിൽ പ്രാരംഭത്തിൽ തന്നെ ആനിന് ദൈവിക വിടുതൽ വന്നുവെങ്കിലും പാർസി ദേശത്തിന്റെ പിശാച ഹല്ലേലൂയ വിടുതലുകളെ തടഞ്ഞു വെച്ചപ്പോൾ പലപ്പോഴും നാമും ദൈവസന്നിധിയിൽ ഇങ്ങനെ പല വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഹല്ലേലൂയ നാം ആയിരിക്കുമ്പോൾ നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ കഴിയാതെ നമ്മുടെ പ്രാർത്ഥനയിൽ പലപ്പോഴും പെടുന്ന ചില വിടുതൽ വന്നാൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കഴിയാതെ ദേശത്തിൽ വ്യാപരിക്കുന്ന ചില ജാതിക ശക്തികളുടെ പോരുകളെ ഹല്ലേലൂയ ഇന്ന് പകൽ ഹല്ലേലൂയ ജയമെടുപ്പാൻ ഹല്ലേലൂയ ശക്തനായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമുക്ക് ഹല്ലേലൂയ പലപ്പോഴും തിരിച്ചറിയുവാൻ കഴിയാതെ ചില വിടുതലുകൾ നമ്മുടെ ശരീരങ്ങളുടെ മേൽ ഹല്ലേലൂയ നമ്മുടെ ശുശ്രൂഷ മേഖലകളുടെ മേൽ കടന്നു വരുമ്പോൾ പലപ്പോഴും ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കഴിയുവാണെന്ന് നാം ഭാരപ്പെടുമ്പോൾ ഇന്ന് പകൽക്കാലം പറയുന്നു ദാനിയേൽ ഹല്ലേലൂയ ഒരു ദിവസം കൊണ്ട് പ്രാർത്ഥന നിർത്തിയില്ല. താൻ തന്റെ ജീവിതത്തിൽ ഒരു ശുഭത വരുന്നതുവരെ തന്റെ ശുശ്രൂഷയിൽ ഹല്ലേലൂയ തന്റെ ജീവിതത്തിൽ കാര്യം സാധിക്കുന്നതുവരെ താൻ ദൈവസന്നിധിയിൽ നിലവിളിപ്പാൻ തുടങ്ങി. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം പ്രിയ സഹോദരങ്ങളെ നമുക്കൊരു ശുഭത നമ്മുടെ ജീവിതത്തിൽ വാഴ്ചയിലൊക്കെ ദാനിയേൽ ശുഭപ്പെട്ടിരുന്നുവെങ്കിലും തനിക്ക് മനസ്സിലായി ഇത് മാത്രമല്ല തന്റെ ജീവിതത്തിൽ ഇനി ശുഭതകളുടെ ആവശ്യമുണ്ടെന്ന് ഹല്ലേലൂയ ദാനിയേൽ വിചാരിപ്പാനിടയായി തീരുന്നു. ഇന്ന് പകൽക്കാലം രക്തത്താൽ ജയമെടുക്കുന്നു. ഒരു ശുഭതയ്ക്ക് വേണ്ടി ദൈവസന്നിധി നാളുകളായി പ്രാർത്ഥിക്കുന്ന എന്റെ പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ ഒരു ശുഭതയ്ക്ക് വേണ്ടി ശുശ്രൂഷ മേഖലയിൽ ഹല്ലേലൂയ ദാനിയേൽ ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ദാനിയേൽ കമണ്ട് വീണ്ടും ദൈവസന്നിധി പ്രാർത്ഥിച്ചു. തന്നെ എഴുന്നേറ്റ് നിന്ന് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവിക വിടുതൽ അനുഭവിപ്പാനിടയായി തീർന്നു. ദാനിയേലിന്റെ ജീവിതത്തിൽ ഒരു ശുഭത പരിശുദ്ധാത്മാവ് നൽകുവാനിടയായി തീർന്നു. എത്ര പേർ പ്രാർത്ഥിക്കും കർത്താവേ എനിക്കൊരു വിടുതൽ ഈ ദിവസങ്ങളിൽ ഒരു ശുഭത നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ ദേശത്ത് ഉറപ്പിപ്പാൻ കഴിയാതെ പലപ്പോഴും ജീവിതത്തിൽ ഉറച്ചു നിന്നൊരു ശുഭത പ്രാപിപ്പാൻ കഴിയാതെ ആഗ്രഹിച്ച ചില നന്മകളെ ജീവിതത്തിൽ എടുപ്പാൻ കഴിയാതെ ആഗ്രഹിച്ച ചില ഹല്ലേലൂയ പ്രത്യേക തലങ്ങളിൽ പരിശുദ്ധാത്മാവ് തിരിച്ചുവിടുമ്പോൾ തിരിഞ്ഞു പോകുവാൻ കഴിയാതെ പലപ്പോഴും ജീവിതത്തിൽ ഭരിക്കുന്ന ചില പോരിന്റെ ആയുധങ്ങൾ ഇന്ന് പകൽ ഹല്ലേലൂയ ദൈവവചനത്തിൽ വായിക്കുന്നത് പോലെ നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, ദൈവസന്നിധി ശക്തിയുള്ളവയാകിയാൽ ദൈവസന്നിധി വിശ്വാസത്തോടുകൂടി ഹല്ലേലൂയ ഈ ഉക്ഷര മരുഭൂമി നാം ജീവിക്കുമ്പോൾ ഹല്ലേലൂയ പ്രതികൂലങ്ങളെ മാറ്റി പ്രതിസന്ധികളെ മാറ്റി ഹല്ലേലൂയ വിടുതൽ പ്രാപിപ്പാൻ ശക്തനായ കർത്താവാണ്. ഹല്ലേലൂയ നാം അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 27-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. കരപറ്റി പ്രയാസത്തോടെ ലസ പട്ടണത്തിൽ സമീപത്ത് ഒരു ശുഭ തുറമുഖം എന്ന് പേരുള്ള സ്ഥലത്ത് അവർ എത്തുവാനിടയായി തീരുന്നു. പൗലോസും കൂട്ടനും ഹല്ലേലൂയ അവർ യാത്ര തിരിപ്പാനിടയായി തീരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ അവർ കപ്പലില് 177 ആൾക്കാരുമായി ദൈവസന്നിധിയിൽ അവർ യാത്ര ചെയ്തു. ഹല്ലേലൂയ പലപ്പോഴും പട്ടണങ്ങൾ മാറി ദ്വീപിലും ഹല്ലേലൂയ ലസയ പട്ടണത്തിലും ഹല്ലേലൂയ അവർ പലതും കരപറ്റി ഓടി ഹല്ലേലൂയ അവർ യാത്ര ചെയ്യുവാനിടയായി തീർന്നു. ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു ആഗ്രഹിച്ച ഒരു ശുഭ തുറമുഖത്തിലെത്തണം, അടുത്തൊരു തലത്തിലൊരു ശുശ്രൂഷകൾക്ക് അവർക്ക് കയറി പോകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അവർ യാത്ര തിരിപ്പാനിടയായി തീർന്നാൽ വഴിമധ്യത്തിൽ വെച്ച് ഹല്ലേലൂയ അവർക്ക് കപ്പലിനും ഹല്ലേലൂയ പ്രാണന് പോലും ഹാനി വരത്തക്കവണ്ണം വീശിയടിച്ച കൊടുങ്കാറ്റിന്റെ നടുവിൽ നിൽപ്പാൻ കഴിയാതെ അവർ ഭാരത്തോടെ ആയിരുന്നപ്പോൾ ഹല്ലേലൂയ ആഗ്രഹിച്ച തുറമുഖത്ത് എത്തുവാൻ കഴിയാതെ പൗലോസും തന്റെ ശിഷ്യന്മാരും തന്റെ കൂടെ യാത്ര ചെയ്ത പ്രിയപ്പെട്ട ദൈവസന്നിധിയിലേക്ക് നിലവിളിപ്പാൻ തെളിഞ്ഞു. ഹല്ലേലൂയ അവര് നിലവിളിച്ചപ്പോൾ തെക്കൻ കാറ്റ് മന്ദമായി വീശിയപ്പോൾ അവർ വിചാരിച്ചു കാര്യം സാധിച്ചു, ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത തുറമുഖത്ത് എത്താറായെന്ന് അവർ ആഗ്രഹത്തോടെ യാത്ര ചെയ്തപ്പോൾ പൊടുന്നനെ ഇതാ വരുന്നു ഈശാന മൂലക്കാറ്റ് അവരുടെ ജീവിതത്തിൽ ആഞ്ഞടിപ്പാനിടയായി തീർന്നു. ജീവിതത്തിൽ പ്രാപിക്കുമെന്ന് പലപ്പോഴും ജീവിതത്തിന്റെ നന്മകളുടെ ഹല്ലേലൂയ കാര്യം സാധിച്ചത് നാം ഹല്ലേലൂയ വിചാരിച്ച് യാത്രയുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് വെക്കുമ്പോൾ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഈശാന മൂലത്തിന്റെ കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പറയുന്നു ഹല്ലേലൂയ ഒരു ആഗ്രഹിച്ച തുറമുഖത്ത് എത്തുവാൻ ആഗ്രഹിച്ച ഒരു ഹല്ലേലൂയ വിശ്വാസത്തിന്റെ ഭവനത്തിലേക്ക് എത്തുവാൻ അവർ ആഗ്രഹത്തോടെ യാത്ര ചെയ്തു. ഹല്ലേലൂയ വളരെ നാൾ സൂര്യനെ ചന്ദ്രനെ കാണാതെ ആ കാലയിൽ കടലിൽ ഹല്ലേലൂയ അവർ ഏറെ ഭാരപ്പെട്ട് കരയുവാനിടയായി തീർന്നു. എന്നാൽ അസാധാരണമായ ദയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവർക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നു.
എത്തുവാനിടയായി തീരുന്നു. അവർ പല ഭാഗത്തു നിന്ന് ഹല്ലേലൂയ രക്ഷപ്പെട്ട് അവർ ഹല്ലേലൂയ ഒരു സ്ഥലത്ത് അവർ ഒന്നിച്ചു കൂടുവാനിടയായി തീരുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നാം ആഗ്രഹിച്ച ഒരു തുറമുഖത്തേക്ക് നമ്മൾ എത്തുവാൻ, ആഗ്രഹിച്ച ഒരു വിശ്വാസത്തിലേക്ക് എത്തുവാൻ ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തുറമുഖങ്ങളിലേക്ക് ഹല്ലേലൂയ വിശ്വാസത്തോടെ നമ്മുടെ രക്ഷിക്കപ്പെട്ട് നമ്മുടെ ആദ്യ ദിനങ്ങളിൽ ഹല്ലേലൂയ നാം ആഗ്രഹിച്ച ഒരു നിത്യതയുടെ തുറമുഖത്തിലേക്ക് എത്തുവാൻ വേണ്ടി നാം വളരെ ആഗ്രഹത്തോടുകൂടെ യാത്ര തിരിക്കും. എന്നാൽ ഹല്ലേലൂയ എത്തുവാൻ കഴിയാത്തവരുടെ ജീവിതത്തിന്റെ മേൽ കൊടുന്നനെ ഹല്ലേലൂയ വരുന്ന പ്രതികൂലങ്ങളുടെ നടുവില് പ്രയാസങ്ങളുടെ നടുവില് ഹല്ലേലൂയ ബന്ധപ്പെട്ട് ഭാരപ്പെട്ട് നാം ആയിരിക്കുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു ഹല്ലേലൂയ അവരെ ഹല്ലേലൂയ ഒരുമിച്ച് യാത്ര ചെയ്ത് പലവിധമായ പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ച്, പ്രതികൂലങ്ങൾ അവരുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു എങ്കിലും ഹല്ലേലൂയ 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 അവർ ആഗ്രഹിച്ച തുറമുഖത്തിലേക്ക് ചെന്നെത്തുവാൻ അവർക്ക് കഴിയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആത്മാവ് നമ്മെ നടത്തുമാറാകട്ടെ. ഹല്ലേലൂയ ആത്മാവ് നമുക്ക് വേണ്ടി ചില ശുഭതകൾ നൽകുമാറാകട്ടെ. ഹല്ലേലൂയ അവർ ഹല്ലേലൂയ ശുശ്രൂഷയുടെ അടുത്ത തലങ്ങളിലേക്ക് കയറുവാൻ അസാധാരണമായ ബർബരന്മാർ അവർക്ക് വേണ്ടി അസാധാരണമായ ചില ദയകൾ അവർക്ക് വേണ്ടി വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ അവർ ആഗ്രഹിച്ച ഒരു തുറമുഖത്തിലേക്ക് യാത്ര തിരിച്ചപ്പോൾ ഹല്ലേലൂയ പെടുന്നതിന് വന്ന ചില പ്രതികൂലത്തിന്റെ നടുവിൽ ഹല്ലേലൂയ പൗലോസിനെ ദൈവത്തിലെ പരിശുദ്ധാത്മാവ് ഉറപ്പിക്കാനിടയായി തീർന്നു. ഇന്ന് പകൽ ഹല്ലേലൂയ നമ്മെ ആഗ്രഹിച്ച ഒരു തുറമുഖത്തെ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ പടകളും നാം യാത്ര തിരിക്കുമ്പോൾ കൊടുങ്കാറ്റും പൊതുവെ വരുന്ന ഹല്ലേലൂയ കാറ്റും തിരമാലകളും ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു ശാന്തതയുടെ ഒരു നാലായാമം നമ്മുടെ ജീവിതത്തിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ ഒരു രാത്രിയുടെ നാലായാമത്തിൽ ഹല്ലേലൂയ ശുഭത നൽകാത്ത ജീവിതത്തിൽ ഹല്ലേലൂയ അലയടിച്ചുയരുന്ന ശിഷ്യന്മാരുടെ നടുവിലേക്ക് പരിശുദ്ധനായ കർത്താവ് വെളിപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ അവർ നാലായാമത്തിൽ അവർ കടല് വളരെ ഭാരത്തോടെ ഇരുന്നപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി അവരോട് പറഞ്ഞത് ഹല്ലേലൂയ കാറ്റേ അമരുക, കടലെ ശാന്തമാകുക. ഒരു നാലായാമത്തിൽ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ കടലിന്റെ തിരമാലകള് പ്രതികൂലങ്ങൾ കൊടുങ്കാറ്റുകൾ ജീവിതത്തിൽ കയറി വരുമ്പോൾ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നീ നശിക്കുമെന്ന് വിധി എഴുതിയവരുടെ മധ്യത്തില് നീ നശിക്കുമെന്ന് ഹല്ലേലൂയ നിന്റെ വിധി എഴുതിയവരുടെ നടുവിൽ ഹല്ലേലൂയ ഒരു ശുഭത നൽകി പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുവാൻ ശക്തനായ കർത്താവാണ്. ഹല്ലേലൂയ ജീവിതത്തിന്റെ ഹല്ലേലൂയ പലവിധമായ മേഖലകൾ നടുവില് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു. 107 സങ്കീർത്തനം അതിന്റെ 29 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ അടക്കി. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. ഹല്ലേലൂയ പലപ്പോഴും ശാന്തത വരാതെ വന്ന തുറമുഖങ്ങളുടെ നടുവിലെത്തുവാൻ വിശ്വാസ ജീവിതത്തിന്റെ തുറമുഖത്തിന്റെ അടുത്ത ലെവലിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കൊടുങ്കാറ്റിന്റെ കാലം ശാന്തമാക്കാൻ കഴിയാതെ തിര തള്ളിക്കയറിയത് കൊണ്ട് പലതോറും കൈവിട്ടു പോകുമെന്നുള്ള അവസ്ഥകൾ വരുമ്പോൾ ഇന്ന് പകലാത്മാവ് പറയുന്നു ഇല്ല ഇല്ല, ഒരിക്കലും നമ്മെ വഴിമധ്യ ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല. അവൻ വഴിമധ്യത്തിൽ നമ്മെ ഹല്ലേലൂയ കളയുന്നവനല്ല. അന്ത്യത്തോളം വിശ്വസ്തനായി നമ്മോട് കൂടെ ഇരുന്ന് ഞാൻ ആദായനായി വിടുകയില്ലെന്ന് അരുളി ചെയ്ത കർത്താവ് ഹല്ലേലൂയ ശാന്തമായ ഒരു തുറമുഖത്തില് അവൻ നമ്മെ കൊണ്ടെത്തിപ്പാനിടയായി തീരും. ഹല്ലേലൂയ അരുമനാഥന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ നിമിഷങ്ങളില് എത്രത്തോളം വിശുദ്ധിയോടെ വേറുപാടോടെ ഹല്ലേലൂയ ഒരു ജീവിതത്തിന്റെ ശുഭതയ്ക്ക് വേണ്ടി ഈ 21ാം നൂറ്റാണ്ട് നാം നോക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ യൗവനക്കാർ ഹല്ലേലൂയ മധ്യവയസ്കർ പലരും ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് ഒരു ശുഭത, ഒരു അല്പസമാധാനത്തിന് വേണ്ടി, ഒരു നല്ലൊരു ഭാവിക്ക് വേണ്ടി പലതും ജീവിതത്തിൽ അവർ ചെയ്യുന്നതെല്ലാം ഹല്ലേലൂയ അവർക്ക് വിപരീതമായി ഹല്ലേലൂയ പിശാച് കൊണ്ടെത്തിച്ചിട്ട് ജീവിതത്തിൽ ഒരിടത്തും എത്താൻ കഴിയാതെ കൊണ്ട് ഭാരത്തോടെ ആയിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തെ സേവിക്കുകയും ഹല്ലേലൂയ ആരാധിക്കുകയും ചെയ്യുന്ന പ്രിയ ദൈവമക്കളെ, നമുക്കൊരു ശുഭത പരിശുദ്ധാത്മാവ് തരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ നമുക്കൊരു ശുഭഭാവി കർത്താവ് തരുവാനിടയായി തീർന്നു. ഒരു ശുഭയാത്ര ദൈവാത്മാവ് നമുക്ക് തരുവാനിടയായി തീർന്നു. ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കുക. വർഷത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ദൈവാത്മാവ് ഹല്ലേലൂയ ശുശ്രൂഷയ്ക്കാണ് ഒരു ശുഭയാത്ര നമുക്ക് തരേണ്ടത്. അതങ്ങനെ തന്നെ ആ വാഗ്ദത്തത്തെ നാം പ്രാപിച്ചെടുക്കുക. നമ്മുടെ ജോലിയിലാണ് ഒരു ശുഭയാത്ര ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്നത്. നാം ഹല്ലേലൂയ പിടിച്ചു പ്രാർത്ഥിക്കുക. വാഗ്ദത്തത്തിന്റെ അടുത്ത ലെവലിലേക്ക് ദൈവാത്മാവ് നമ്മെ കൈപിടിച്ച് ഉയർത്തട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ചിലത് നമ്മൾ വെട്ടിമാറ്റേണ്ടത്, ചിലത് നാം വെട്ടിമാറ്റം തന്നെ വേണം. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന്റെ മുന്നണി ദർശനത്തിന് നാം കയറി പോകുന്ന റൂട്ടുകളിൽ ഹല്ലേലൂയ
ചിലത് നമ്മെ വല്ലാതെ വഴി തടസ്സപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലതിനെ വഹഞ്ഞു മാറ്റുവാനുള്ള ഒരു ദൈവകൃപ, ചില നീല നദികളെ വറ്റിച്ചു കളയുന്ന ഒരു ദൈവശക്തി, ചില മിസ്രൈമിന്റെ ഗർവങ്ങളെ, ചില അശൂരിന്റെ ഹല്ലേലൂയ ചങ്കോലുകളെ ഒടിക്കത്തക്കവണ്ണമുള്ള ഒരു ദൈവത്തിന്റെ കൃപ ഈ ദിവസങ്ങളിൽ നാം പ്രാപിച്ചെടുക്കുക. ഹല്ലേലൂയ പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ സമുദ്രങ്ങളെ കടന്ന് മരുഭൂമിയിലെ നന്മ അനുഭവിക്കേണ്ടതിന് ഒരു ശിവയാത്ര പരിശുദ്ധാത്മാവ് ഒരുക്കട്ടെ. എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ കുടുംബതലങ്ങളിൽ ഒരു ശിവയാത്രയ്ക്ക് വേണ്ടി, മാനുഷ്യമായി ചില വിടുതലിന് വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു ശിവയാത്ര ദൈവാത്മാവ് ഒരുക്കട്ടെ. അത് നിങ്ങളുടെ പഠനത്തിലാകട്ടെ, വൈദേശിക യാത്രയിലാകട്ടെ, ഏത് മേഖലകളാകട്ടെ, ഇന്ന് വൈകിയ സമയത്ത് പരിശുദ്ധാത്മാവ് ചില തീരുമാനത്തോടുകൂടെ നാം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുമെങ്കിൽ സകല സമ്പത്തിന് കുഞ്ഞുകുട്ടികൾക്ക് വേണ്ടി ഒരു ശിവയാത്ര ദൈവാത്മാവ് തരുമെന്ന് വചനത്തിലൂടെ ഇന്ന് വൈകിയ സമയത്ത് ഇടപെട്ടെങ്കിൽ അങ്ങനെ തന്നെ സംഭവിപ്പാൻ കർത്താവ് ഈ ദിവസങ്ങൾ ഇടയാക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് വൈകിയ സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയ കർത്തൃദാസിമാരെ ജീവിതത്തിലെ ഭാരങ്ങള്, ദൈനംദിനമായ ഹല്ലേലൂയ മേഖലകളുടെ നമ്മളെ വല്ലാതെ ക്രൈസിസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങൾ, മൈന്യൂട്ടായ ചിലത് ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന ചില മൈന്യൂട്ടായ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഭാരപ്പെടുത്തുമ്പോൾ ആന്തരിക അവയവങ്ങളുടെ ഒരു സൗഖ്യത്തിന് വേണ്ടി ദൈവാത്മാവ് ചില ശുഭത നമ്മുടെ ജീവിതത്തിൽ തരുമാറാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ ശുശ്രൂഷയ്ക്ക് നമ്മെ ഉപയോഗിക്കുമ്പോൾ പിശാചിന്റെ വലിയൊരു തലം നമ്മുടെ പുറകില് ആഞ്ഞടിക്കുമ്പോൾ, കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുമ്പോൾ നാലായാമത്തിൽ ഇറങ്ങുന്ന ഒരു ദൈവശക്തി ഇന്ന് ഹല്ലേലൂയ ഈ വൈകിയ സമയത്ത് എവിടെയാണോ എന്റെ സഹോദരങ്ങള് കർത്തൃദാസിമാരായിരിക്കുന്നത്, നാലായാമത്തിൽ ദൈവത്തിന്റെ ശക്തി കടന്റെ മീതെ വെളിപ്പെട്ടതുപോലെ ഇന്ന് വൈകിയ സമയത്തിൽ ചില ഹല്ലേലൂയ വെളിപ്പാടുകള്, ചില ദർശനങ്ങള്, ശുശ്രൂഷയുടെ അടുത്ത മേഖലകള് ദൈവാത്മാവ് തുറന്നു തന്ന് പൗലോസിന് വേണ്ടി ഹല്ലേലൂയ കൂടെ യാത്ര ചെയ്തവർക്ക് വേണ്ടി ചില ശുഭയാത്ര, ശുഭ തുറമുഖങ്ങള് ദൈവം ഒരുക്കി കൊടുത്തെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ നടുവിൽ ചില ശുഭയാത്രകള്, ചില ശുഭഭാവികള്, ചില ശുഭ നന്മകള് ദൈവാത്മാവ് ദിവസങ്ങൾ ഒരുക്കി നമ്മെ നടത്തുമാറാകട്ടെ. ഹല്ലേലൂയ. പൗലോസിന് വേണ്ടി ആഗ്രഹിച്ച ഒരു തുറമുഖത്ത് എത്തുവാൻ വേണ്ടി ദൈവാത്മാവ് നടത്തിയതുപോലെ ദൈവവചനത്തിൽ നാം വായിക്കുന്നത് പോലെ ഹബക്കൂക്ക് 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആണ്ടുകൾ കഴിയുന്നതിനുമേ യഹോവയുടെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ. കർത്താവേ, ആണ്ടുകൾ കഴിയുന്നതിനുമേ അവനെ ജീവിപ്പിക്കണമേ. നിന്റെ ശുഭയാത്രയ്ക്ക് ചില വെളിപ്പാടുകളെ ദൈവാത്മാവ് തന്ന് ആണ്ടുകൾ കഴിയുന്നതിനുമേ നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തി തന്നുണ്ട്. ഹല്ലേലൂയ. ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പേ ഹല്ലേലൂയ ജീവിതത്തിൽ ചിലതിനെ ജീവിപ്പിപ്പാൻ ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകട്ടെ. ദൈവവചനത്തിൽ നാം വായിക്കുന്നത് പോലെ ആ ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടും. അത് വൈകിയാൽ അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. നിന്റെ ജീവിതത്തിന് ശുഭതയ്ക്ക് നീ ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ ദർശനം നിന്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ടോ? ഒരു വെളിപ്പാട് തന്നിട്ടുണ്ടോ? ഒരു ഹല്ലേലൂയ വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിലൂടെ ഇടപെട്ടിട്ടുണ്ടോ? അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ കാലതാമസമേന്റെ വാഗ്ദത്തങ്ങൾ നിറവേറുക. നാം അതിനായി കാത്തിരിക്കുക. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോട് ദൈവസന്നിധിയിൽ നാം ജാഗരിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവസന്നിധി നമ്മൾ ഹല്ലേലൂയ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. ദൈവവചനത്തിൽ നാം വായിക്കുന്നു, ഇത് യഹോവയ്ക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. ഈ സമയത്തിൽ വർഷത്തിന്റെ അവസാന നിമിഷങ്ങള് നാം ദൈവത്തോട് കൂടുതൽ എടുക്കുക. ഇനി അല്പസമയം മാത്രമേ കർത്താവിന്റെ വരവ് ഏറ്റവും വാതിൽക്കലായിരിക്കുന്ന ഈ നിമിഷങ്ങളില് വരവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുക. ഈ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് ജഡത്തിന്റെ ആത്മാവിന്റെ സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്പാൻ നമ്മുടെ ഓട്ട സ്ഥിരതയോടെ ഓടുക. നമ്മുടെ ശുഭഭാവിക്ക് വേണ്ടിയുള്ള ഓട്ടത്തില്, ആ നിത്യതയുടെ ഓട്ടത്തിൽ പലതും നമ്മെ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് വലിച്ചിഴക്കാതെ വേണം, നമ്മുടെ ദർശനത്തിനൊരു മങ്ങലേക്കാതെ വേണം, നമ്മുടെ ശുശ്രൂഷകൾക്കൊരു മങ്ങലേൽക്കാതെ വേണം ആ നിത്യത തുറമുഖത്ത് കർത്താവിനോടൊത്ത് ആനന്ദിപ്പാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആനന്ദമായ ഒരു തുറമുഖം ഹല്ലേലൂയ, ഒരു നിത്യത കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നു. ഹല്ലേലൂയ. അവൻ വരുമെന്ന് പറഞ്ഞ കർത്താവ് അവന്റെ ആ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ എത്രത്തോളം നമ്മെ തന്നെ സൂക്ഷിക്കാമോ? ഒരു ഓട്ടം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ശുഭയാത്രയ്ക്കും ശുഭഭാവിക്കും ഹല്ലേലൂയ പ്രാപിച്ചുകൊണ്ട് നാം ആ ഓട്ടത്തിൽ സ്ഥിരതയോടെ ഓടിയാൽ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഹല്ലേലൂയ ആ നിത്യഭവനത്തിൽ ഹല്ലേലൂയ ആ നിത്യരാജ്യത്തിൽ നമുക്ക് എത്തുവാൻ കർത്താവ് നമ്മെ ദിവസങ്ങളിൽ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹല്ലേലൂയ കരുണയും കൃപയും പ്രാപിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിൽ മുന്നേറാം. ഹല്ലേലൂയ. പൗലോസിനെ പോലെ നിത്യ തുറമുഖത്തില് യാത്ര തിരിച്ച് അവരൊരു ആഗ്രഹിച്ച തുറമുഖത്ത് മെലീത്ത ദ്വീപിൽ ചെന്ന് ബെബർബന്മാർ അസാധാരണമായ ദയ കാണിച്ച് വിടുതൽ പ്രാപിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ നമുക്കും ഹല്ലേലൂയ നിത്യയുടെ തുറമുഖ
സമൂഹത്തില് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഹല്ലേലൂയ. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഓ ഹല്ലേലൂയ നമ്മിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടി കർത്താവിനെ നോക്കി ആ ക്രൂശിനെ നോക്കിക്കൊണ്ട് ഓടുവാൻ കർത്താവ് സഹായിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ ഹല്ലേലൂയ നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്തു നീതിയുടെ കിടയെ എനിക്കായി വെച്ചിരിക്കുന്നത് എനിക്ക് മാത്രമില്ല കർത്താവിന് പ്രിയം വെച്ച ഏവർക്കും കൂടെ തന്നെ ഈ വൈകിയ സമയത്ത് ഹല്ലേലൂയ ഈ റോസ് ഫാമിലിയിൽ ആയിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെ കർത്തൃദാസിമാരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കട്ടെ. പ്രിയാന്റിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കുടുംബമായി ഈ ദിവസങ്ങൾ കർത്തൃ ശുശ്രൂഷയില് ഒരു ശുഭയാത്ര ദൈവാത്മ വേഗത്തിൽ ഒരുക്കി ഹല്ലേലൂയ ഹല്ലേലൂയ ആഗ്രഹിക്കുന്ന ബന്ധാവിന്റെ അപ്പുറമായി ചിലരെ കൈപിടിച്ച് ഉയർത്തത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില ശുഭഭാവികളെ ഒരുക്കി ദൈവാത്മാവ് ചില വഴികളെ തുറന്ന് ദൈവാത്മാവ് നടത്തുമാറാകട്ടെ. മിനിസ്ട്രിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവ് ഹല്ലേലൂയ ആക്കുന്ന ബന്ധാവിൽ വിശ്വസ്തയോടെ നിൽപ്പാൻ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ ഹല്ലേലൂയ പൂർണ്ണ സമയം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുക ദൈവം ഈ ദിവസങ്ങളെ സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസിയെ ഈ ദിവസങ്ങള് ഒരു തീനാവായി ദൈവം ഉപയോഗിക്കട്ടെ. അനേക രാജ്യങ്ങൾ പട്ടണങ്ങളിൽ ഇരിക്കുന്നവരുടെ കെട്ടുകളെ അഴിപ്പാൻ വേണ്ടുന്ന ഒരു ദൈവകൃപ അഭിഷേകത്തിന്റെ ശക്തി ഈ ദിവസങ്ങള് അങ്ങയുടെ ദാസിയുടെ മേൽ പകർന്ന് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ ഹല്ലേലൂയ വലിയൊരു ജനത്തെ നയിക്കുന്ന ഒരു ന്യായപാലനം ചെയ്യുന്ന ദബോര ഈന്തപ്പനയുടെ കീഴിലിരുന്ന് ഹനേർക്ക് വേണ്ടി സീസറുടെ വരവിനെ കണ്ടുണർന്നുകൊണ്ട് ഇരുമ്പ് തരങ്ങളുമായി നശിപ്പിക്കാൻ വന്ന സീസറെ ഹല്ലേലൂയ ഹല്ലേലൂയ ആത്മീയ ദർശനത്തിലൂടെ കണ്ട് ഹല്ലേലൂയ ശത്രുവിന്റെ വരവിനെ ദൂരവേ കണ്ട് ചില പ്രവർത്തികളെ വെളിപ്പെടുത്തിയതുപോലെ ആത്മാവ് ഈ ദിവസങ്ങൾ ഒരു ദബോരെ പോലെ പ്രിയ കർത്തൃദാസിയെ ദൈവാത്മാവ് ഉയർത്തട്ടെ. മിനിസ്ട്രിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ റോസ് ഫാമിലിയിലെ ഫേസ്ബുക്ക് പേജില് അനേക നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു മെസ്സേജ് പറയുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് അവസരം തന്നല്ലോ. പ്രിയ കർത്തൃദാസിയെ കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി നന്ദി പറയുന്നു. വീണ്ടും ദൈവം നമ്മെ ഹല്ലേലൂയ കാണുന്നവരെ അവന്റെ ഇമ്മാനുവേലിന്റെ ചിറവിൽ മറച്ചുകൊണ്ട് ഒരു ശുഭയാത്രയ്ക്കായി ഒരു ശുഭഭാവിക്കായി ഒരു ശുഭ നിത്യതയുടെ ശുഭ തുറമുഖത്ത് നമ്മെ എത്തുന്നവരെയും ആ പ്രത്യാശയുടെ തീരത്തിൽ ഹല്ലേലൂയ നാം എത്തുന്നവരെ വിശ്വസ്തയോടെ കർത്താവിന്റെ വേല ചെയ്ത് ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് ഒന്നിനും വഴുതി വിരാധവണ്ണം ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ എളിയ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റോസ് ഫാമിലിയെ കുടുംബത്തെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കർത്താവിന്റെ വരവുകളെ വിശ്വസ്തയോടെ നിൽപ്പാൻ ദൈവദാസിമാരെ ദൈവം കുടുംബമായി ശക്തീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്ന ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.